നാളെ ക്രിസ്മസ് ആണ്. നമ്മുടെ നേഷൻ ഫസ്റ്റിന്റെ പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തില് ഇപ്പോ എല്ലാവരും തന്നെയും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തിരക്കിൽ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ കേരളത്തിന് പുറത്തുള്ള അവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പലപ്പോഴായി വാർത്തകളിൽ കണ്ടിരുന്നു. ക്രിസ്മസ് ഭയപ്പെട്ടുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലുമുണ്ട്. പക്ഷെ അതിപ്പോൾ കേരളത്തിലും അതേ അവസ്ഥയിൽ തന്നെയല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? പാലക്കാടൊക്കെ കഴിഞ്ഞ ദിവസം കണ്ട സംഭവങ്ങൾ. ആദ്യം തന്നെ മെറി ക്രിസ്മസ്. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവം ഇവന്റ് ആയിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതം. യേശുക്രിസ്തുവിന്റെ ജീവിതം വെച്ചാണ് ലോകത്തെ BC AD എന്ന കാലഗണന പോലും നമ്മൾ ലോകത്തിൽ ചെയ്യുന്നത്. അത്രമാത്രം വലിയ ഒരു ചരിത്ര സംഭവമായിരുന്നു. ലോക ചരിത്രത്തെ മാറ്റാൻ വന്ന വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സന്യാസിമാരിൽ ഒരാളായിരുന്ന വിവേകാനന്ദ സ്വാമിയും ഒക്കെ വളരെ യേശുവിൽ പ്രഭാവിതരായിരുന്നു. അപ്പോൾ ആ യേശുക്രിസ്തുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ക്രിസ്മസിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ കേരളത്തിലാണ്. പലർക്കും അറിയുമ്പം കൗതുകം തോന്നും. അതായത് പരിശുദ്ധ വത്തിക്കാനും 400 വർഷം മുമ്പ്, അതായത് ഇന്ന് പോപ്പുണ്ട്, വത്തിക്കാനുണ്ട്. ഈ പരിശുദ്ധ വത്തിക്കാനും 300, 350, 400 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. നമ്മുടെ വിശ്വാസപ്രകാരം തോമാസ് ലീഹ AD 52 യേശുക്രിസ്തുവിൻ്റെ സന്ദേശവുമായി നമ്മുടെ നാട്ടിലേക്ക് വന്നു. ആ സൗരഭ്യം ഇവിടെ ഉണ്ടായി. ലോകത്തിലെ ആദ്യ സംഘടിതമായ ചർച്ച്, പള്ളിയൊക്കെ കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ. അപ്പം അതിൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കിയതാണ്. അപ്പൊ ആ ക്രിസ്മസ് കേരളത്തിൽ പോലും ക്രിസ്മസ് കരോൾ ആക്രമിച്ചു. ഡൽഹിയിൽ ഇതേപോലെ ക്രിസ്മസ് തൊപ്പി ഇട്ടുകൊണ്ട് പോകുന്നവരെ ആക്രമിച്ചു. മധ്യപ്രദേശിൽ ഇന്ന് ഒരുപക്ഷെ ഹർഷ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇന്ന് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഹർത്താൽ നടക്കുകയാണ്. ഇന്ന്, അതായത് ഇന്നത്തെ ദിവസം. എന്തൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇത്. അതിശക്തമായ രീതിയിൽ നേരിടേണ്ടതാണ്. ഇത് തീവ്ര ഹിന്ദുത്വമാണ്. നല്ല ഹിന്ദുക്കളൊന്നുമല്ല ഇതിന്റെ പിന്നിൽ. നല്ല ഹിന്ദുക്കളും നല്ല ക്രിസ്ത്യാനികളും നല്ല മുസ്ലിങ്ങളും എന്നും ഹാർമണിയിൽ പരസ്പര ഐക്യത്തോടെ ജീവിക്കുന്നവരാണ്. പക്ഷേ ഈ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ക്രിസ്ത്യൻവാദികളും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും അപകടവുമാണ്. അപ്പോൾ ഈ മതഭ്രാന്ത് നമുക്ക് ഒഴിവാക്കണം. മതം വേണം, വിശ്വാസം വേണം, അതൊക്കെ നല്ലതാണ്. പക്ഷേ മതഭ്രാന്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയണം. ആ മതഭ്രാന്തിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇത് ഏതവസ്ഥയിലാണെന്നും കൂടെ ആലോചിക്കണം. അതായത് സ്വാമി വിവേകാനന്ദൻ, ഞങ്ങൾ ഹിന്ദുക്കളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസിമാരിൽ ഒരാളാണ്. വിവേകാനന്ദ സ്വാമി എപ്പോഴും കയ്യിൽ കൊണ്ടുവന്നിരുന്നത് 2 പുസ്തകമാണ്. ഒരു ഭഗവത്ഗീതയും, ഒരു ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഗാന്ധിജിയെ കുറിച്ച് തന്നെ മാർട്ടിൻ ലൂതർ കിങ് അടക്കം പറയുന്നത് യേശു ക്രിസ്തുവാണെന്ന് എനിക്ക് ലക്ഷ്യം കാണിച്ചു തന്നത്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു തന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധി എന്നാണ്. നമുക്കെന്നും ഈ ബഹുസ്വരതയുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു. അതിനുള്ള വെല്ലുവിളികൾ, കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ അതിനെ എതിർക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കണം. ഹർഷയ്ക്ക് അറിയാവുന്നറിയില്ല, എൻ്റെ വീട്ടിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിൻ്റെ ഫേസ് വാൾ പെയിന്റിംഗ് ഇൻസൈഡ് എ ഹോം ഉള്ളത്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന യേശുക്രിസ്തുവിൻ്റെ മുഖം, ഒരു ഫേസ് വാൾ പെയിന്റിംഗ് ആണ്. ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് കരോളും മറ്റും ഒക്കെ ഉള്ളത്. അങ്ങനെ ആഘോഷിക്കുന്നതാണ് നന്മ. ആ ആഘോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ. ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ വായിച്ചു തീർത്തത് ബൈബിളാണ്. ശബരിമല പ്രക്ഷോഭത്തിന്റെ ജയിലിൽ കിടന്നപ്പോഴും വായിച്ചു തീർത്ത ബൈബിളാണ്. ഇപ്പം കിടന്നപ്പോഴും വായിച്ചു തീർത്തത് ആദ്യം ബൈബിളാണ്, പിന്നീട് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, പിന്നെ ശശി തരൂറിന്റെ ഇറ ഓഫ് ഡാർക്ക്നെസ്. നമ്മുടെ നാടിന്റെ സമ്പത്ത് ഈ ഒരുമയും ഐക്യവുമാണ്. അത് തകർക്കാൻ ആരെയും അനുവദിക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇത്തരത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഗിഫ്റ്റുമായിട്ട് തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ജയിലിലെ അന്തേവാസികളെ കാണാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങൾ ഉണ്ടാവുന്നതും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിന് ഇറങ്ങിയപ്പോൾ അവിടെ ചില ആൾക്കാർ പറഞ്ഞു ക്രിസ്മസ് സ്റ്റാറും മറ്റും മേടിച്ചു തരാമെന്ന് ചോദിച്ചു. ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ജയിലിൽ കിടക്കുന്നത് ജീവിതത്തിൽ വീണു പോയവരാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത്, ചില ആൾക്കാർ തെറ്റ് ചെയ്തും ചില ആൾക്കാർ തെറ്റ് ചെയ്യാതെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ വീണു പോയവരാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അസുഖം ബാധിച്ചവനാണ് വൈദ്യനെ ആവശ്യമെന്ന് പറയും. അതായത് യഥാർത്ഥത്തിൽ വീണു പോയവർക്കാണ്, അല്ലെങ്കിൽ അബദ്ധം പറ്റിയവർക്കാണ്, അല്ലെങ്കിൽ കള്ളക്കേസിൽ കുടുങ്ങി കിടക്കുന്നവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ അവർ കുറേ തത്വവും നിയമവും ഒക്കെ പറഞ്ഞു. ഞങ്ങൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ അവരിൽ അത് എത്തിക്കാൻ നോക്കുന്നുണ്ട്. അവർക്ക് വേറൊന്നുമില്ല. ജയിലിൽ കിടക്കുമ്പോഴേ അറിയൂ, വല്ലാത്തൊരു ശൂന്യതയാണ്. ഈ ജയിലിൽ സിനിമയെ കാണുന്ന പോലെ പോലീസുകാർ രാത്രി വന്ന് ഇടിക്കുകയൊന്നുമില്ല. അതൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു ശൂന്യത, എംപ്റ്റിനെസ് തുടങ്ങിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ജയിലിൽ ഫീൽ ചെയ്യും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷവും കാര്യങ്ങളും ഉണ്ടാകട്ടെ. അതല്ലേ നമ്മുടെ ഈ ആഘോഷങ്ങളെല്ലാം. അത് തീർച്ചയായിട്ടും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതുപോലെ വീണ്ടും ഇനി ആവർത്തിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ വീണ്ടും താങ്കൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള ഭയം താങ്കൾക്കില്ലേ? ഇല്ല, അങ്ങനെയല്ല. പോലീസുകാർ കള്ളക്കേസ് എടുക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും അവർക്ക് കള്ളക്കേസ് എടുക്കാൻ പറ്റും. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല.
കാര്യം പോലീസുകാർ അങ്ങനെ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് പോലീസുകാർക്ക് നഷ്ടം ഉണ്ടാവാൻ പോണില്ല. ഇപ്പം എനിക്ക് നോട്ടീസ് തരാതെ അറസ്റ്റ് ചെയ്തു, നോട്ടീസ് തന്നു കള്ളം പറഞ്ഞു, പോലീസുകാർക്ക് ഒരു പ്രശ്നവുമില്ല. കാര്യം അവർക്ക് എന്തെങ്കിലുമൊക്കെ കള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കോടതിയിൽ കയറി എന്നിട്ട് പോലീസിൻ്റെ അഡ്വക്കേറ്റ് പോലീസ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പോലും റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് കള്ളം പറഞ്ഞു. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ എന്നിട്ട് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റും. എനിക്കൊന്നുകൂടെ ക്ലാരിഫിക്കേഷൻ വേണ്ടി തിരിച്ചു കൊടുത്തു വിട്ടാണ്. നമ്മുടെ നാട്ടിലെ സിസ്റ്റം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതിന് അവസാനമില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, വ്യക്തി ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ മുമ്പും വൈഫ് വിളിക്കുമ്പോൾ പറയും ഞാൻ ഓഫീസിലാണ്, കുറച്ച് തിരക്കിലാണെന്നൊക്കെ പറയും. കാര്യം തിരിച്ചു പാരിക. വ്യക്തി ജീവിതത്തിൽ കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ലെന്നല്ല, അതും കഴിയുന്നത്ര സത്യസന്ധരാകണം. പക്ഷേ പൊതുജീവിതത്തിലും പൊതുകാര്യങ്ങളിലും കള്ളം പറഞ്ഞു തുടങ്ങിയാൽ അതിന് അവസാനം ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് പോലീസുകാരൻ സിസ്റ്റം ചെയ്തുകൂടാത്തത്. അതെ, ക്രിസ്മസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു മതവിഭാഗങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ജാതിക്കോ ഉള്ളതല്ല. അതിനപ്പുറത്തേക്ക് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന അതെ, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോ പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ താങ്കളുടെ വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് VHP നേതാവിന്റെ ഒരു പ്രസ്താവനയൊക്കെ, അതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്ത് തരം ഭ്രാന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് തരം ഭ്രാന്താണ്? നമ്മുടെ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷിക്കുന്ന വ്യക്തിയല്ലേ? അദ്ദേഹം BJP കാരൻ തന്നെയല്ലേ? BJPയുടെ തന്നെ പ്രധാനമന്ത്രി ആവുന്നതല്ലേ? അപ്പം ഈ ആവശ്യമില്ലാതെ ഓവർ ആക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇതിനെ നിലയ്ക്ക് നിർത്താൻ, ഈ തീവ്ര ഹിന്ദുത്വവാദികളെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും തീവ്ര ക്രിസ്ത്യൻവാദികളെയും ആരെയാണെങ്കിലും നിലയ്ക്ക് നിർത്താൻ കഴിയണം. ഓണവും നബിദിനവും റംസാനും ഒക്കെ നമ്മൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നതല്ലേ? ഈ നാടിൻ്റെ പൈതൃകം അതാണ്, ഈ നാടിൻ്റെ സംസ്കാരം അതാണ്. ഇതാണ് നമ്മൾ ലോകത്തെ പഠിപ്പിച്ചത്. ഇപ്പം നമുക്ക് ഇപ്പം അമേരിക്കക്കാരെ പോലെ വലിയ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജപ്പാൻകാരെ പോലെ ടെക്നോളജി ഇല്ല, പല കാര്യങ്ങളും നമ്മൾ ബാക്കിലാണ്. പക്ഷേ നമ്മൾ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ആ സ്പേസ് ആണ് നമ്മുടെ ശക്തി, ആ സ്പേസ് ആണ് നമ്മുടെ നന്മ. ആ നന്മയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതാണ് ഇന്ത്യയെ വിശ്വഗുരുവാക്കുന്നത്. ഇനി ഇന്നാണല്ലോ നിങ്ങളിത് കൊടുക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അറിയണം, ഈ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേ ബി ഒരു അരമണിക്കൂറിൽ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല ക്രിസ്മസ് ഈവ് സെലിബ്രേഷൻ നടക്കുകയാണ്. അത് വിവേകാനന്ദൻ്റെ ബേലൂർ മഠത്തിലാണ്. വെറുതെ ബേലൂർ മഠ് ക്രിസ്മസ് എന്ന് അടിച്ചു നോക്കിയാൽ ഹിന്ദു സന്യാസിമാർ കാവി ധരിച്ച് സന്യാസി വേഷത്തിൽ തന്നെ വന്ന് മദർ മേരിയുടെയും അമ്മ മേരിയുടെയും യേശുക്രിസ്തുവിൻ്റെയും ചിത്രങ്ങൾക്ക് ആരതി ഒഴിയുന്ന നല്ല ചിത്രങ്ങൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം എന്നുള്ളതാണ് സത്യം. ഈ പാരമ്പര്യത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതെ, തീർച്ചയായിട്ടും. അപ്പോ ഈ പറയുന്നതുപോലെ പ്രധാനമന്ത്രിക്ക് ക്രിസ്മസ് ആഘോഷിക്കാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു BJP പ്രവർത്തകർ ക്രിസ്മസിനെ എതിർക്കുന്നു എന്നുള്ളത് വലിയൊരു ആക്രമണത്തെ ഒന്നും ന്യായീകരിക്കരുത്. ചില ആൾക്കാരൊക്കെ അത് ന്യായീകരിച്ച് സംസാരിക്കുന്നത് കണ്ടു, മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ അടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് കണ്ടു. അതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. എന്താ അറിയാമോ, അത് നമ്മൾ യേശുക്രിസ്തുവിനെ അവമാനിക്കുന്നത് പോലെയാണ്. നമ്മുടെ 10,000-2000 വർഷത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ അപമാനിക്കുന്ന പോലെയാണ്. എൻ്റെ മുത്തശ്ശി പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലാണ്, അമ്മ പഠിച്ച ക്രിസ്ത്യൻ സ്കൂളിലാണ്, ഞാൻ പഠിച്ച ക്രിസ്ത്യൻ സ്കൂളിലാണ്, എൻ്റെ മോൻ പഠിക്കുന്നത് സെൻറ് തോമസിലാണ്. നമ്മളിൽ നല്ലൊരു ശതമാനം പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂൾസിലും പോകുന്നത് ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിലും ഒക്കെയാണ്. അവരുടെ സംഭാവന കൂടി കൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും സമ്പന്നമാകുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, നമുക്ക് തർക്കിച്ച് തീർക്കാം. പക്ഷേ തല്ലി തീർക്കാൻ നിൽക്കരുത്, അത് മാത്രമേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മുടെ നേഷൻ ഫസ്റ്റിന്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നേഷൻ ഫസ്റ്റിന്റെ പ്രേക്ഷകർ, നേഷൻ ഫസ്റ്റ് എന്ന വാക്ക് വളരെ നല്ലൊരു വാക്കാണ്. നമ്മുടെ രാജ്യമാണ് പ്രധാനമെന്നുള്ളത്. പക്ഷേ ആ നേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യത്വമൊന്നും കൂടെയാണ്. അതാണ് രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ നേഷൻ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ വിരോധമല്ല ഇന്ത്യ എന്ന് പറയുന്ന സ്നേഹമാവേണ്ടത്. പകരം മനുഷ്യരാശിയോടും എല്ലാ മനുഷ്യരോടും അല്ലെങ്കിൽ ഭൂമിയോട് തന്നെയുള്ളൊരു ഇഷ്ടം നമ്മൾ രാജ്യസ്നേഹമായി എടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മാതൃഭൂമി എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മാതൃഭൂമി എന്ന് വിളിക്കുന്നത്. എല്ലാവരും ഒരു സന്തോഷത്തിൽ പോകണം, ആ സന്തോഷത്തിൽ പോകുന്നതാണ് നന്മ. അപ്പം നേഷൻ ഫസ്റ്റിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, യേശുക്രിസ്തുവിന്റെ പാതയിൽ അങ്ങനെ നന്മയിൽ പോകാൻ കഴിയട്ടെ, തിന്മയെ നന്മ കൊണ്ട് എതിർക്കാൻ കഴിയട്ടെ, തെറ്റിനെ ശരി കൊണ്ട് എതിർക്കാൻ കഴിയട്ടെ, ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് എതിർക്കാൻ കഴിയട്ടെ. അതാണ് യേശുക്രിസ്തുവും മഹാത്മാഗാന്ധിയും ഒക്കെ നമ്മളെ പഠിപ്പിച്ച പാത. മെരി ക്രിസ്മസ്. അതെ, മെരി ക്രിസ്മസ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചതിന് ഒരുപാട് താങ്ക് യു. രാഹുൽ ഈശ്വറിനും രാഹുൽ ഈശ്വറിന്റെ കുടുംബത്തിനും ഹാപ്പി ക്രിസ്മസ്.